ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ എന്ത് ചെയ്ത് 4 ചാപ്റ്റർ ക്യാപ്സ്യൂൾ സീരീസിൽ പഠിച്ചു. ഓക്കെ, ഇനി കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എല്ലാവരും പഠിച്ച ഓഫ്ലൈൻ ക്ലാസ്സിൽ 5ാം ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 2 ഭാഗമായിട്ട് പഠിക്കാണ്ട്. ഏറ്റവും ആദ്യം കണ്ടിന്യൂറ്റി, ഇത് കുറച്ച് പഠിക്കാനുള്ളൂ. അത് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേറ്റീവ്സ് കുറച്ചധികം പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റേജ് വരുന്നതും നമ്മുടെ കാൽക്കുലസ് ബ്രാഞ്ചിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ പറ്റൂല. ഓക്കെ, ഈ ചാപ്റ്റർ പഠിക്കുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താ അറിയണം? ബേസിക് ഡിഫറൻസിയേഷൻ അറിയണം. പ്ലസ് ഒന്ന് പഠിച്ച കുറച്ച് ഇക്വേഷൻസ്. ഓക്കെ, മാക്സിമം ഈ ചാപ്റ്റർ വീഡിയോ കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഓഫ്ലൈൻ ക്ലാസ്സിലെ നോട്ട് ഒന്ന് എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം. എല്ലാ പേജും ഒന്ന് മറിച്ച് നോക്കി നിങ്ങൾ വായിച്ചു നോക്കി പഠിക്കാം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് വീഡിയോ ആണ്. നമുക്ക് ഈ പോയിന്റ്സ് പറയുമ്പോൾ അതുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടണമെങ്കിൽ എല്ലാ ടോപ്പിക്കിന്റെയും ഏകദേശം ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഓരോ ടോപ്പിക്കും ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ പറയും റിപ്പീറ്റ് ആയിട്ട്. എന്നാലും ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂല, കുറെ ആയിട്ട് പോകും ഈ വീഡിയോയുടെ ലെങ്ത്. അപ്പൊ നിങ്ങൾക്ക് കാണൂല 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആവും. ഓക്കെ, അപ്പൊ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പറയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ അറിയണം? ആ ചാപ്റ്ററിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു കണ്ടന്റ്. എന്നാൽ മാത്രമേ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്നോട് പറയാണ് 9 മാർക്കാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വെയിറ്റേജ് വരിക. വെറുതെ കൊണ്ട് 9 മാർക്കുള്ള സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ബേസിക് ഡിഫറൻസിയേഷൻ, പിന്നെ ട്രിഗണോമെട്രിയിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റിയിലെ ഡെറിവേറ്റീവ്സ് ആണ്, അവിടെ ലിമിറ്റ് അറിയണം. പ്ലസ് 1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചില്ലേ? ഡെറിവേറ്റീവ് പഠിക്കണമെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് പഠിച്ചിരിക്കണം? ലിമിറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം കണ്ടിന്യൂറ്റി പഠിക്കും, അതിനുശേഷം ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സിനാണ് നിങ്ങൾക്ക് ഇവിടെ എത്തുന്നുണ്ട്. ഓരോ പോയിന്റ്സിലുണ്ട് ഒരു 12 പോയിന്റോളൂ. ഓക്കെ, പോയിന്റ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്ലസ് 2 പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. പ്ലസ് 1 ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലസ് 1 ഇക്വേഷൻസ് വേണം, അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലസ് 2 എന്തൊക്കെയാണ് പുതുതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടത്? അതാണ് ഈ ഒരു സ്ലൈഡിലാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കീ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാം. അതിൽ ഏറ്റവും ആദ്യത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിന്യൂറ്റിയിൽ പഠിക്കാനുള്ള സാധനം. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റില് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ പഠിച്ചാൽ മതി. ഇവിടെ കേട്ടാ, a function f of x is said to be continuous at x equal to a. At x equal to a യില് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: if limit x tends to a f of x equal to a. limit x tends to a f of x equal to a. വെച്ചാല് ഐഡിയ ഇതാണ്. വെച്ചാല് ആ പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ചില ലിമിറ്റില് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതെന്തിനോട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എനോട് ഈക്വൽ. എന്താണ് എഫ് ഓഫ് എ? ഫംഗ്ഷനിലെ എ പോയിന്റ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് 2 ആണ് അറിയില്ല, 2 സ്ക്വയർ 4. ഇപ്പൊ 2 ആണ് എ പോയിന്റ്. അപ്പൊ എഫ് ഓഫ് എ കാണാം. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണം എഫ് ഓഫ് എയും. അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആ പോയിന്റ് എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ 3 പോയിന്റ് രൂപത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിച്ചെങ്ങനെയാണ്? എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. 3ാമത്തെ പോയിന്റ് ആയിരുന്നു ഇത്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എ. അത് ഒറ്റ പോയിന്റിലേക്ക് തന്നു. ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു പോയിന്റ് ഐഡിയ ഇതാണ്: ലിമിറ്റ് എക്സിസ്റ്റ് ആവണം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എനോട് ഈക്വൽ ആവണം. ഇത് നിർബന്ധമായിട്ട് ആ പോയിന്റ് അങ്ങനെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഇതൊരു 1 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ബട്ട് ഇറ്റ്സ് കൺവേഴ്സ് നോട്ട് ട്രൂ. വെച്ചാല് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും എന്താണെന്ന് പറയാ? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷെ റിവേഴ്സിൽ പറയാൻ പറ്റില്ല. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മോഡുലസ് എക്സിന്റെ ഗ്രാഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്ക് ഗ്രാഫിൽ പറയുമ്പോ ആ പോയിന്റിലൂടെ എന്ത് ചെയ്യണം? കൈ എടുക്കാണ്ട് വരക്കാൻ പറ്റണം. അത് ഗ്രാഫൊക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ബ്രേക്ക് ചെയ്യാൻ ജമ്പ് ചെയ്യണമെങ്കിൽ എന്താണ്? നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പൊ ഈ സാധനം എന്താണ്? കൈ എടുക്കാണ്ട് വരക്കാനും പറ്റും, കണ്ടിന്യൂസ്. പക്ഷെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഷാർപ്പ് എഡ്ജ് വരുന്നില്ലേ? അപ്പൊ ഷാർപ്പ് എഡ്ജ് വരുന്ന ഗ്രാഫുകളിൽ ആ പോയിന്റ് എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അത് കണ്ടിന്യൂസ് ആണ്, എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഇനി 3ാമത്തെ പോയിന്റ് നോക്കി. ഇനി നമുക്ക് ഡെറിവേറ്റീവില് വേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഓടിച്ച് നമുക്ക് എന്ത് പറയാം? പ്ലസ് 1 നിങ്ങൾ ഏറ്റവും ബേസിക് ഡിഫറൻസിയേഷൻ പഠിച്ച ഡെറിവേറ്റീവ് ഇക്വേഷൻസ് പഠിക്കും. ഒരുമിച്ച് പറയണം. എന്റെ പോലെ തന്നെ പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എന്തായിരുന്നു? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓർമ്മണ്ടല്ല? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്തായിരുന്നു?
എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ 0, കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്, അവിടെ ഉണ്ട് ഇ റേസ് ടു എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് കുറെ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്, എന്തായിരുന്നു 1 ബൈ എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ ഉണ്ട് എ റേസ് ടു എക്സ്, എ കോൺസ്റ്റന്റ് ആയിരുന്നു, അപ്പൊ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ്. ഇപ്പൊ 2 റേസ് ടു എക്സ് ആണെങ്കിൽ 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ്. ഇനി ആ ട്രിഗണോമെട്രിയുടെ എനിക്ക് പറഞ്ഞായോ എങ്ങനെയായിരുന്നു? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അടുത്ത് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അടുത്ത് കോട്ടെക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ഇത് പെട്ടെന്ന് പറയാനുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ്. സി വരുമ്പോ മൈനസ് ട്രിഗണോമെട്രിയിൽ. പിന്നെ വേണ്ട ഐഡിയ എന്താണ്? ടാൻ വരുമ്പോ സീക്ക് ഉണ്ടാവും, സീക്ക് വരുമ്പോ ടാൻ ഉണ്ടാവും, കോട്ട് വരുമ്പോ കൊസീക്ക് ഉണ്ടാവും, കൊസീക്ക് വരുമ്പോ കോട്ട് ഉണ്ടാവും. ഇതൊക്കെ ബേസിക് ഡിഫറൻസിയേഷൻ പ്ലസ് വണ്ണിൽ പഠിച്ചാണ്. അല്ല ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്ലസ് ടുവിൽ വേണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും വേണോട്ട് നമുക്ക് ചെയ്യുമ്പോ. പിന്നെ വേണ്ടത് ഇപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു 3 ഇക്വേഷൻസ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. കോസ് ഇൻവേഴ്സിന് എന്ത് വരും? ജസ്റ്റ് മൈനസ് കൊടുക്കുക, മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എടുത്ത് ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ മാറി കോട്ട് ആവുമ്പോൾ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ 1 ബൈ, നിങ്ങൾ മോഡുലസ് എക്സ് വെച്ചാൽ പഠിച്ചാൽ അങ്ങനെ പഠിച്ചോട്ടാ, 1 ബൈ മോഡുലസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പോ ജസ്റ്റ് മൈനസ് കൊടുക്കുക. അപ്പൊ ഇതാ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇനി അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പ്രോപ്പർട്ടീസ്. ലോഗ് എക്സ് റേസ് ടു എം എന്തായിരുന്നു? എം ഇൻറ്റു ലോഗ് എക്സ്. അപ്പൊ ലോഗ് എക്സ് സ്ക്വയർ അപ്പൊ എന്ത് വരും? എമ്മിന് വരും 12, എന്ത് വരും? 2 ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് എക്സ് റേസ് ടു 3 ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, എന്താണോ പവർ, പവർ ഇൻറ്റു ആ സാധനം എഴുതി വെക്കുക. അപ്പൊ ഈ സാധനത്തിന് എങ്ങനെ ചെയ്തു? ഇവിടെ നോക്കിയേ, ലോഗ് ലോഗ് എക്സ് ക്യൂബ് എങ്ങനെ ചെയ്തു? ലോഗ് എക്സ് ക്യൂബ് ഇട്ടാ. അവിടെ ലോഗ് എക്സ് എക്സ് റേസ് ടു എം എന്താണ്? എം ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ എമ്മിന് വരാൻ നടക്കുന്നത് 3 അല്ലേ? 3 ഇൻറ്റു ഈ പവർ ഇൻറ്റു ആ സാധനം എഴുതുക, 3 ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, ഈ സാധനം എഴുതാൻ പഠിക്കണം, നമുക്ക് ഇത് ആവശ്യമുണ്ട് ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോ. ഓക്കെ, പവർ ഇൻറ്റു ഫംഗ്ഷൻ അടി ഇത് എഴുതി വെക്കാം. അതാണ് ലോഗ് എക്സ് റേസ് ടു എം ഇൻറ്റു ലോഗ് എക്സ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത വേണ്ടത് ഇ റേസ് ടു ലോഗ് എക്സ്. ഇ റേസ് ടു ലോഗ് എക്സ് എന്താണ്? എക്സ്. ഇ റേസ് ടു ലോഗ് എക്സ്, എക്സ് എന്താണോ ലോഗിന്റെ പോകുന്നത് അതാണ് ആൻസർ. അപ്പൊ ഇ റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ. ഇ റേസ് ടു ലോഗ് എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് ആൻസർ വരും. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയേ, 2 പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ലോഗ് എ ഇൻറ്റു ബി. ഇൻറ്റു വരുമ്പോ നമ്മൾ പ്രൊഡക്റ്റുകൾ പഠിച്ചോളൂ, പ്ലസ് ആണ് വരിക. അപ്പൊ ഇങ്ങനെ വരും ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി മൈനസ്. ഓക്കെ, നമ്മ മറ്റേ റൂൾ പഠിച്ചില്ല, കോഷ്യൻ റൂൾ. അവിടെ കോഷ്യന്റിൽ എന്തായിരുന്നു? മൈനസ് ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ലോഗ് എ മൈനസ് ലോഗ് ബി. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഏറ്റവും അവസാനത്തെ 2 പോയിന്റ് കൂടിയിട്ട് 2 പോയിന്റ് കൂടി. അത് ഒരെണ്ണം വരേണ്ടത്, ഒരെണ്ണത്തിന് ഇക്വേഷൻ വരുന്നത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. എന്തായിരുന്നു പാരാമെട്രിക് ഫോം? 2 വേരിയബിൾ ഇക്വേഷൻസ്, എക്സ് വേരിയബിളിലെ വൈ വേരിയബിളിലെ. എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും, വൈൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇവിടെ എന്തായിരുന്നു? ടി ആണ് പാരാമീറ്റർ. അടുത്ത് y ഈക്വൽ ടു ജി ഓഫ് ടി, ചിലപ്പോൾ തീറ്റ രൂപത്തിൽ വരാം. ഓക്കെ, അപ്പൊ അത് ഡെറിവേറ്റീവ് ആണ് ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ ടി ഡിവൈഡ് ബൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ. അപ്പൊ ഇങ്ങനെ പറയും ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇനി ഇതേ സാധനം ഇവിടെ നോക്കി, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ കോമ y ഈക്വൽ ടു ജി ഓഫ് തീറ്റ. എങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് ആണ്? ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് എങ്ങനെയാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, അടുത്ത പാരാമീറ്റർ ആരാണ്? തീറ്റ ആണ്. അപ്പൊ ഇങ്ങനെ പറയും ഡി വൈ ബൈ ഡി തീറ്റ, സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ, അടുത്ത ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. തീറ്റയിലും ചെയ്യാം, അതേപോലെ തന്നെ ടിയിലും ചെയ്യാം. ഇനി ഏറ്റവും അവസാനത്തത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇക്വേഷൻ. ഡിനോട്ട് എങ്ങനെയാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ വൈ ടു എന്ന് പറയാം, ലെഫ്റ്റ് ഡബിൾ ഡാഷ് എന്ന് പറയാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരുന്നു ഇക്വേഷൻ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പിന്നെയും ഡെറിവേറ്റീവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ഡി എക്സ്, അതിനൊന്നും ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ എന്ത് ചെയ്യാ? ഈ 12 പോയിന്റ്സ് അത് പഠിക്കന്നെ വേണം, വായിച്ചോ എഴുതിയോ എങ്ങനെയായാലും ഈ 12 പോയിന്റ്സ് പഠിച്ചതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ ബേസിക് ഡിഫറൻസിയേഷൻ ഇക്വേഷൻസും അതും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലസ് 2 ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഡെറിവേറ്റീവ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഏറ്റവും ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞു വരുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇല്ലേ, കണ്ടിന്യൂറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം. അപ്പൊ കണ്ടിന്യൂറ്റി എന്തായിരുന്നു? ഒരു പോയിന്റ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്തായിരുന്നു? ഒറ്റൊരു കണ്ടീഷൻ പഠിച്ചാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഇ. ആ എ എന്ന് പറഞ്ഞ പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റ് വാല്യൂം എഫ് ഓഫ് എ വാല്യൂം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകും. അപ്പൊ ഈ പോയിന്റ്സ് ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഫസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തുടങ്ങാൻ പോകുന്നത്. ഷോ ദാറ്റ് നമ്മുടെ കയ്യിൽ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x - 3. f of x equal 5x - 3 is continuous at x equal 0. x equal to 0 ല് continuous ആണ് ഷോ ദാറ്റ് ചെയ്യണം. ഏറ്റവും ആദ്യം ഇവിടെ എ പോയിന്റ് തന്നെ, എ പോയിന്റ് ഏത് പോയിന്റിലാണ് തെളിയിക്കേണ്ടത്? ഇവിടെ എ ആണ് ഇവിടെ എന്താ നടക്കുന്നത്? 0. എക്സ് ഏതാണോ പോയിന്റ് അതാണ് നമ്മുടെ എ പോയിന്റ്. നമ്മൾ ജനറൽ ആയിട്ട് ഇക്വേഷൻ പഠിച്ചപ്പോ എ എന്നാണ് വിളിച്ചിരുന്നത്. ആ പോയിന്റ് ആണ് 0. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം എഫ് ഓഫ് എ ആണ്. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എക്ക് പകരം എന്തെങ്കിലും എഫ് ഓഫ് 0. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 0 ആണ് ബുദ്ധിമുട്ടുണ്ടാവും. ചില എക്സിന് പകരം 0 കൊടുക്കുക. ഇവിടെ LHS-ൽ 0 കൊടുക്കുക, അതുപോലെ RHS-ലും 0 കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും 5 × 0 - 3. 5 × 0 എന്നാണ് 0. 0 - 3 ആൻസർ എന്തെങ്കിലും -3. എഫ് ഓഫ് എയുടെ വാല്യൂ കിട്ടി -3. ഇത് വലിയ ബുദ്ധിമുട്ടില്ല, കുറെ നാളായിട്ട് പഠിക്കണം. ഇനി ഇവിടുന്ന് ലിമിറ്റ് വാല്യൂ കാണണം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ട പ്ലസ് കൃത്യമായിട്ട് പഠിച്ച് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ലിമിറ്റ് കാണാൻ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എല്ലും ആറിലും കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് കാണണം ഈക്വൽ ടു ലിമിറ്റ് എക്സ് ഏതിലോട്ടാ ടെൻഡ് ചെയ്യണത്? എക്സ്റ്റെൻസ് ടു ഏതിലോട്ട്? 0 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട്. എക്സ് ഏതിലോട്ട് പോയാലും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 5x - 3. ഇതൊരു പോളിനോമിയൽ ആണ്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഈ 0 വാല്യൂ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 5 × 0 - 3 5 × 0 0 0 - 3 -3 ലിമിറ്റ് വാല്യൂ -3 കിട്ടി. എഫ് ഓഫ് എയുടെ വാല്യൂ -3 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാ? Therefore f of x is continuous at x equal 0. അത് രണ്ടും ഈക്വൽ അല്ലേ? അതാണ് ഈ കണ്ടീഷൻ. ലിമിറ്റ് extends to 0 f of x ഉം അതേപോലെ തന്നെ നമ്മുടെ f of 0 ഉം ഈക്വൽ ആണ്. Therefore f of x is continuous ആണെന്ന് പറയാ. Continuous at x equal to 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാ? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. കണ്ടീഷൻസ് ഇതേപോലെ തന്നെ പഠിക്കാതെ സ്റ്റെപ്പ്. f of a കാണാം, ലിമിറ്റ് വാല്യൂ കാണാം, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. Therefore f of x is continuous at x equal to 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ മോഡൽ നോക്കി. ഇവിടുന്ന് രണ്ടാമതിൽ ചെയ്യുമ്പോ നേരത്തെ പോളിനോമിയൽ ആയിരുന്നു. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണല്ലേ. ചില സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ചില എക്സിന്റെ വാല്യൂ -5 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -10. എക്സിന്റെ വാല്യൂ -5 അല്ല, 4 3 2 1 വേറെ ഏത് നമ്പർ വന്നാലും ഫംഗ്ഷൻ വാല്യൂ x² - 25 / x + 5. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ചെക്ക് ദ കണ്ടിന്യൂറ്റി x equal to -5. x equal to -5 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്യണം. ഷോ ദാറ്റ് ചെക്ക് ചെയ്യണം. നോക്കിയേ, ഏറ്റവും ആദ്യം ഇവിടെ എന്ന് പറഞ്ഞാൽ പോയിന്റ് നേരത്തെ 0 ഇവിടെ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് -5 ആണ്. ഏറ്റവും ആദ്യം f of a കാണും. f of a equal to f of -5. f of -5 x ന്റെ വാല്യൂ -5 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? -7. ഡയറക്റ്റ് കിട്ടി. -10 ആണ് f of a യുടെ വാല്യൂ. ഇനി ലിമിറ്റ് വാല്യൂ കാണണം. അപ്പൊ നോക്കിയേ, ലിമിറ്റ് extends to a f of x equal to ലിമിറ്റ് extends to a ക്ക് പകരം -5 extends to -5 extends to -5 എന്ന് പറഞ്ഞാല് x -5 ഈക്വൽ ആണെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് പണ്ടേ മുതൽ പഠിച്ചിട്ടുണ്ട്. x -5 ഈക്വൽ അല്ല, -5 നിയറസ്റ്റ് ആയിട്ട് വരുന്ന 2 പോയിന്റ്സ് എടുത്തു വരുന്ന പോയിന്റുകളായിരിക്കും. ചിലപ്പോൾ ലെഫ്റ്റിലാവും, ചിലപ്പോൾ റൈറ്റിലാവാം. അപ്പൊ എന്തായാലും 5 ഈക്വൽ അല്ല. 5 ഈക്വൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ഇവിടെ f of x x² - 25 / x + 5. ഇത് റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് മാറി. റാഷണൽ ഫംഗ്ഷനും പോളിനോമിയൽ ചെയ്യുമ്പോൾ തന്നെ എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക ഏറ്റവും ആദ്യം. അവിടെ 0/0 വന്നാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ ഇട്ട് കൊടുക്കാൻ പോട്ടെ, -5 കൊടുക്കാം. നമ്മുടെ -5² - 25 / -5 + 5 പണിയായി. -5² 25 20 - 25 0 0/0 കിട്ടും. അത് എന്ത് ഫോമാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്.
ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്തിട്ട് ക്യാൻസലേഷൻ നടത്തിയിട്ട് വേണം ലിമിറ്റ് വാല്യൂ ആണ്. ലിമിറ്റ് വാല്യൂ 0/0 അല്ല. അപ്പൊ 1/2 ഒക്കെ ആണെങ്കിൽ ഓക്കെ, 1/2 ആണ് ആൻസർ. 0/0 എന്നാൽ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നോക്കോട്ടെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്താൽ ലിമിറ്റ് x tends to -5 നമ്മുടെ x² -25 ഡിവൈഡ് ബൈ x + 5. ഡയറക്റ്റ് വാല്യൂ എടുത്തപ്പോൾ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം, പണ്ടേ മുതൽ പഠിക്കേണ്ടത് a² - b² എങ്ങനെ ചെയ്താ? a² - b² a + b × a - b എന്ന് ചെയ്താ ബുദ്ധിമുട്ടില്ലല്ലോ. അതേ സാധനം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണേ. ഇവിടെ അത് ആദ്യം അതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് x tends to -5 x² 25 ആണ് ഇതിന് 5² കുഴപ്പമില്ലല്ലോ. 5² 25 ഡിവൈഡ് ബൈ x + 5. ഇവിടെ നോക്കി a² - b². അപ്പൊ എനിക്ക് ചെയ്താ ലിമിറ്റ് x tends to -5. ഞാൻ ക്യാൻസൽ ചെയ്യണം, എന്നാൽ മാത്രമേ x വാല്യൂ ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും 0/0 തന്നെ കിട്ടും. നോക്കി a² - b² a + b × a - b. ഇവിടെ a ക്ക് പകരം x ആണ്, b ക്ക് പകരം 5. a + b × a - b ഡിവൈഡഡ് ബൈ x + 5. ക്യാൻസലേഷൻ പോസിബിൾ ആണല്ലോ, അടിയത്തെ ആളെ ക്യാൻസൽ ചെയ്യുക. പിന്നെ പോളിനോമിയലായിട്ട് ഒരു x - 5. ഇനി x tends to -5 ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. x - 5 - 5 ലിമിറ്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -10 കിട്ടി. -10. ഓക്കെ, ലിമിറ്റ് വാല്യൂ -10, അതേപോലെ തന്നെ f of a വാല്യൂ -10. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എഴുതാം ലിമിറ്റ് x tends to -10 f of x equal to f of -5. -10 x tends to -5 equal to f of -5. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് therefore നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഇതുപോലെ f of x is continuous at x equal to -5. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കുക. 0/0 വരാൻ പാടില്ല. 0/0 എന്നാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ലിമിറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇതേ സ്റ്റെപ്പിൽ ഇതേ സാധനം നിങ്ങൾ അവിടെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, സെയിം സാധനം f of x is continuous at x equal to -5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയി. ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ആയിട്ട് പഠിച്ച സെയിം സാധനം ഉണ്ടല്ലോ, അത് ലിങ്ക് ചെയ്യാനുള്ളത്. ഡിഫറെന്റ് മെത്തേഡ് അല്ല. ലിമിറ്റിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇതും എന്താണ്? ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ് അല്ലെ? സ്പ്ലിറ്റ് ചെയ്യാനുണ്ടല്ലോ എക്സ്. ഇവിടെ എന്താണ് സംഭവം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എക്സിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 2-നേക്കാട്ടിലും ചെറുതാവുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ x² - 3. എക്സിന്റെ വാല്യൂ 2-നേക്കാട്ടിലും വലുതാവുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ x² + 1. ചെത്ത കണ്ടിന്യൂറ്റി ഒരു പോയിന്റ് പറഞ്ഞില്ല നേരത്തെ. at x = 0 at x = -5 ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാ? പോയിന്റ് ഇല്ല. പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പോയിന്റ് സ്പ്ലിറ്റ് ചെയ്യണ പോയില്ല ചെക്ക് ചെയ്യേണ്ടത്. വേറെ വരുന്ന പോയിന്റ്സിലേക്ക് ഈ സാധനം എന്തായിരിക്കുള്ളൂ? കണ്ടിന്യൂസ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒരു സെന്റൻസ് ചെയ്താൽ, കാരണം എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഇതും ഒരു പോളിനോമിയൽ ആണ്, ഇതും ഒരു പോളിനോമിയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്താ when x greater than 2 x less than 2 f of x is continuous. f of x കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഏതുപോലെ മാത്രം ചെക്ക് ചെയ്താൽ മതി? അറ്റ് x equal to 2 ആ സ്പ്ലിറ്റ് ചെയ്യണ പോയിന്റ് അതിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു കാര്യം, പോയിന്റ് ഒന്നും തന്നില്ലെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ചെയ്യണ പോയിന്റ് ഏതാണോ അതിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ at x equal to എടി കൊടുത്ത് ഇനി എങ്ങനെ ചെക്ക് ചെയ്യാറ്? നിങ്ങൾ f of a വാല്യൂ ആണ്. അപ്പൊ f of a ക്ക് പകരം f of 2. f of 2 യുടെ വാല്യൂ എന്ത് വരും? 2 ഈക്വൽ ആവുമ്പോ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ x² - 3. ഇനി ഇട്ട് കൊടുക്കുക 2. അപ്പൊ 2² - 3 4 - 3 ആൻസർ എന്ത് വരും? 1. f of a യുടെ വാല്യൂ 1. ഇനി ലിമിറ്റ് വാല്യൂ കാണണം. ഇവിടെ പണിയാണ്, ലിമിറ്റ് വാല്യൂ ആണ്. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരുമ്പോഴാണ് ലിമിറ്റ് എന്ത് കാണേണ്ടത്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണുന്നത്. +1 ലിമിറ്റ്സ് ഏകദേശം ഐഡിയ വേണം. നമ്മൾ +2 പഠിച്ചത് ഡീറ്റെയിൽ ആയിട്ട് ഇതോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പൊ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നിർബന്ധമായിട്ടും കാണാം ലിമിറ്റിൽ. ഇത്ര നേരം കണ്ടില്ല. എല്ലും ആറിലും ഈക്വൽ ആയാലും മാത്രമേ അവിടെ എന്ത് വാല്യൂ ഉള്ളൂ? ലിമിറ്റ് വാല്യൂ ഉള്ളൂ. അപ്പൊ നോക്കോട്ടാ, ലിമിറ്റ് കാണാനായിട്ട് ഏറ്റവും ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് നേടി കൊടുക്കുക. എന്നിട്ട് ചെയ്താ ലിമിറ്റ് x tends to എന്തായിരുന്നു ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ചെയ്യുക? a - f of x equal to ലിമിറ്റ് x tends to ഇവിടേക്ക് വരുമ്പോൾ എന്താണ്? 2 മൈനസ് ഒന്നല്ല അർത്ഥം. 2 ലെഫ്റ്റിലെ പോയിന്റ് 2 ലെഫ്റ്റിലെ പോയിന്റ് ഇവിടെ നമ്പർ ലൈൻ എടുക്കുക. 2 ലെഫ്റ്റിലെ പോയിന്റ് 1.9 ആവും എടുത്തു വരുന്ന പോയിന്റ്. അപ്പൊ 2-നേക്കാട്ടിലും ചെറുതല്ലേ? 2-നേക്കാളും ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? x² - 3. ഇവിടെ 2 വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതൊരു എന്ത് ഫംഗ്ഷൻ ആയി? പോളിനോമിയൽ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2² - 3 ആൻസർ എന്ത് കിട്ടി? 4 - 3 ആൻസർ 1. ഇതാണ് ലിമിറ്റ് വാല്യൂ. റൈറ്റ് ലിമിറ്റ് കൂടി കാണണം. അത് ഡിനോട്ട് ചെയ്യുക ലിമിറ്റ്
x tends to a plus f of x equal to limit x tends to 2 plus 2 ന്റെ റൈറ്റിൽ പോയിന്റ് കേട്ടാ. അപ്പൊ രണ്ടിനെക്കാട്ടിലും വലുതാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ x സ്ക്വയർ പ്ലസ് 1 ആണ്. ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 സ്ക്വയർ പ്ലസ് 1 ആൻസർ 5 കിട്ടും. ഇവിടെ എന്ത് ഈക്വൽ അല്ല? ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. അപ്പൊ നിങ്ങൾക്ക് എഴുതാ LL not equal to RL. Left limit or right limit equal. Therefore, limit doesn't exist. Limit value illa. Limit doesn't exist. ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? ലിമിറ്റ് വാല്യൂ ഇല്ലെങ്കിൽ ആ സാധനം ആ പോലും എന്തായിരിക്കില്ല? കണ്ടിന്യൂസ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എഴുതാം f of x is discontinuous കേട്ടോ. Discontinuous ഏത് പോയിന്റില്? Discontinuous at x equal to 0.2. at x equal to 2 ഈ ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഒരു കാര്യം നമുക്ക് കൺക്ലൂഷൻ വേണമെങ്കിൽ പറയാം, f of x is continuous except at x equal to. x equal to 2 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? കണ്ടിന്യൂസ്. 2 മാത്രം ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ 1 ഉം 1 ആണെങ്കിൽ ഓക്കെ കണ്ടിന്യൂസ് ആയിരുന്നു. ഇവിടെ 1 ഉം എന്താണ് കിട്ടിയത്? 5 ആണ് ആൻസർ. ഈ സാധനം എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഓക്കെ, തന്നെ പഠിക്കുക. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരുമ്പോഴാണ് പീസ് വൈസ് ഫംഗ്ഷൻ നമുക്ക് എന്ത് കണ്ടത്? ഈ LL-ഉം RL-ഉം കാണുന്നത് മനസ്സിൽ ഓർത്തു വെക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലിമിറ്റ് കാണുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കാണേണ്ട ആവശ്യമില്ല? LL-ഉം RL-ഉം കാണാൻ ഡയറക്റ്റ് എന്ത് കാണാൻ? ലിമിറ്റ് വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യണല്ലേ. കെയുടെ വാല്യൂ കാണുന്നത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കാം. ഫൈൻഡ് വാല്യൂ ഓഫ് കെ. കെയുടെ വാല്യൂ കാണും. ഇവിടെ പറയുന്നുണ്ട് f of x is continuous at x equal to 2. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. f of x ഉണ്ട് k into x square x less than or equal to 3, x greater than 2. 2 കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ f of a ഡിഫൈൻഡ് ആയിരിക്കുള്ളൂ, ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കുള്ളൂ. ആ ലിമിറ്റ് വാല്യൂ f of a ഈക്വൽ ആയിരിക്കുള്ളൂ. ഇവിടെ ലിമിറ്റിന് മാത്രം ചിന്തിക്കാം. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കൂലേ? ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ലിമിറ്റ് കാണുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് കാണും? LL-ഉം RL-ഉം കാണും. ലിമിറ്റ് എക്സിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്ത് ഈക്വൽ ആയിരിക്കുള്ളൂ? LL-ഉം RL-ഉം ഈക്വൽ ആയിരിക്കുള്ളൂ at x equal to 2. അത് അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അവിടെ LL-ഉം RL-ഉം ഈക്വൽ ആയിരിക്കുള്ളൂ. അത് വെച്ച് ഇവിടെ എന്തിന്റെ വാല്യൂ കാണാം? കെയുടെ വാല്യൂ കാണും. നോക്കിക്കോ, സിമ്പിൾ ആണ്. ഏറ്റവും ആദ്യം LL കാണാം. ഇവിടെ LL ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ലിമിറ്റ് x tends to a minus. ഇവിടെ a നമുക്കറിയാം 2 ആണ്. അപ്പൊ 2 മൈനസ് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. 2 മൈനസ് ആ ഫംഗ്ഷന് വാല്യൂ എന്താ വരിക? 2-നെക്കാട്ടും ചേർന്നാകുമ്പോ k into x സ്ക്വയർ. ഇവിടെ ഇട്ട് കൊടുക്കുക വാല്യൂ. അപ്പൊ k into 2 സ്ക്വയർ എന്ത് വരും? 4 into k, 4k എന്ന ആൻസർ കിട്ടും ലെഫ്റ്റ് ലിമിറ്റ്. ഇനി റൈറ്റ് ലിമിറ്റും ഇതേപോലെ കാണാം. ലിമിറ്റ് x tends to 2 plus 2 ന്റെ റൈറ്റിലെ പോയിന്റ് വലുത്, ഫംഗ്ഷന്റെ വാല്യൂ 3. കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് തന്നെ ലിമിറ്റ് വാല്യൂ x ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് ആൻസർ 3. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി, ലിമിറ്റ് x tends to a k equal to എന്നാണ്. k തന്നെ വ്യത്യാസം നമുക്കറിയാം. LL-ഉം RL-ഉം ഈക്വൽ. അപ്പൊ k 4k equal to 3. അത് രണ്ടും ഈക്വൽ ആണ്. kയുടെ വാല്യൂ കിട്ടില്ല സിമ്പിൾ ആയിട്ട്. k equal to 3/4. ഫൈനൽ ആൻസർ. പഠിച്ചിരിക്കുക. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ LL-ഉം RL-ഉം ഈക്വൽ ആണ്, മനസ്സിൽ വരണം, അണ്ടർസ്റ്റുഡ് ആണ്. അത് വെച്ച് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക. കെയുടെ വാല്യൂ ആണ് k equal to 3/4. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. ഇവിടെ k അല്ല, ഇവിടെ ഫൈൻഡ് വാല്യൂ ഓഫ് a. എയുടെയും ബിയുടെയും വാല്യൂ ആണ്. f of x ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഏതൊരു പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഒരു ഫംഗ്ഷൻ പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് x. ഇവിടെ നോക്കിയേ, എക്സിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 2-നെക്കാട്ടിലും ചെറുതാകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 5. ഇനി എക്സിന്റെ വാല്യൂ 2-ന്റെയും 10-ന്റെയും ഇടയിലാവുമ്പോ, എക്സിന് വാല്യൂ 2-ന്റെയും 10-ന്റെയും ഇടയിൽ, 2 10 അല്ല, 2-ന്റെയും 10-ന്റെയും ഇടയിലാവുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ ax plus b. ഇനി എക്സിന്റെ വാല്യൂ 10 അല്ലെങ്കിൽ 10-നെക്കാട്ടിലും വലുത് കേട്ടോ. 10 അല്ലെങ്കിൽ 10-നെക്കാട്ടിലും വലുതാകുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ 21. ഇതാണ് ഐഡിയ. ഇവിടെ എക്സിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 2-നെക്കാട്ടിലും ചെറുത ഫംഗ്ഷന്റെ വാല്യൂ ആണ് 5. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇവിടെ സ്പ്ലിറ്റിന് പോയിന്റ് ഇല്ല, സ്ഥാനം കേട്ടതാണ് 2 പോയിന്റ് വരുന്നത് 2-ഉം 10-ഉം. അപ്പൊ ആലോചിക്കേണ്ടത് ആ 2-ലും 10-ലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കാരണം ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. അപ്പൊ 2-ൽ എന്തായിരിക്കുള്ളൂ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുള്ളൂ.
അതൊരു ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ 10ലും എന്തായിരിക്കുള്ളൂ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേഷൻ, അവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ രണ്ട് ലീനിയർ ഇക്വേഷൻസ് വെച്ച് എയുടെയും ബിയുടെയും വാല്യൂ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നോക്കി, ഏറ്റവും ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതി കൊടുക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യം എൽ എൽ എന്ന് എഴുതി കൊടുക്കേണ്ട ഇതാ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ പോയിന്റ് 2 അല്ല, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2-നെക്കാട്ടിലും ചെറുതാവുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 5. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതന്നെ ആൻസർ. ഇനി റൈറ്റ് ലിമിറ്റ് ആണ് ഇതേപോലെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 2ന്റെ റൈറ്റിൽ പോയിന്റ് 2-നെക്കാട്ടിലും വലുത് തൊട്ടെടുത്ത് വരുന്നത്. അപ്പൊ 2-നെക്കാട്ടിലും വലുത് ഈ 2-ന്റെ 10ന്റെ ഇടയിലാണ് ഫംഗ്ഷന്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി. എക്സ് എന്നിട്ട് കൊടുക്കുക 2 വാല്യൂ കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 2 പ്ലസ് ബി. അപ്പൊ നിങ്ങൾക്ക് എന്താ ആൻസർ ചെയ്യും, 2a പ്ലസ് ബി. അപ്പൊ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ നോക്കിയേ, അത് രണ്ടും ഈക്വൽ ആണല്ലോ, അല്ലെങ്കിൽ ഈക്വൽ ടു ആറിലാണ്, ലിമിറ്റ് എക്സസ് ചെയ്യുന്ന ഉറപ്പാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എനിക്ക് ചെയ്താ 2a പ്ലസ് ബി ഈക്വൽ ടു 5 ഇക്വേഷൻ നമ്പർ 1 ഒരെണ്ണം കിട്ടിക്കേ. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കണം. ഇവിടെ ഒരു പോലും ഇല്ല 10. അപ്പൊ അതിൽ ചെയ്താ അറ്റ് എക്സ് ഈക്വൽ ടു 10, അവിടെയും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, കാരണം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എന്നിട്ട് ആദ്യം എൽ എല്ലിൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ ചെറുതാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിമിറ്റ് ഡയറക്റ്റ് മെത്തേഡ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് വരുമ്പോ 10 ലെഫ്റ്റിലെ പോയിന്റ് ഓക്കെ, തൊട്ടെടുത്ത് വരുന്ന പോയിന്റ് ലെഫ്റ്റിലെ പോയിന്റ്, 2-ന്റെയും 10-ന്റെയും ഇടയിലായിരിക്കുള്ളൂ. ഫംഗ്ഷന്റെ വാല്യൂ എക്സ് പ്ലസ് ബി ഇട്ട് കൊടുക്കുക എക്സിന്. അപ്പൊ എ ഇൻറ്റു 10 പ്ലസ് ബി. അപ്പൊ എന്തൊരു ആൻസർ, 10a പ്ലസ് ബി ലെഫ്റ്റ് ലിമിറ്റ്. ഇനി റൈറ്റ് ലിമിറ്റ് കാണാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് 10 റൈറ്റിൽ പോയിന്റ് 10-നെക്കാട്ടിലും വലുത് ഫംഗ്ഷന്റെ വാല്യൂ 21. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആൻസർ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ചെയ്താ, അത് രണ്ടും ഈക്വൽ ആണല്ലോ, 10a പ്ലസ് ബി ഈക്വൽ ടു 21 ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഈ രണ്ട് ഇക്വേഷൻസ് വെച്ച് ഇക്വേറ്റ് നമുക്ക് എന്തിന്റെ വാല്യൂ കാണാം, എയുടെയും ബിയുടെയും വാല്യൂ സിമ്പിൾ ആയിട്ടാണ്. അതായത് ഇപ്പുറത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2a പ്ലസ് ബി ഈക്വൽ ടു 5 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തത് 10a പ്ലസ് ബി ഈക്വൽ ടു 21. ഇതാണ് ഇക്വേഷൻ നമ്പർ 2, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്ന് തലതിരിച്ചാണെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസ് വല്ലതും ചെയ്താൽ ഏതിൽ വാല്യൂ കിട്ടും നോക്കിയേ, മൈനസ് ചെയ്താൽ മതി. സെയിം ഫംഗ്ഷൻ ഇല്ലേ, സെയിം വേരിയബിൾ ഇല്ലേ, ബിയും മൈനസ് ചെയ്താൽ ബി വേരിയബിൾ ക്യാൻസൽ ആവുമല്ലോ, അപ്പൊ ഈ വേരിയബിൾ കിട്ടും. അപ്പൊ നോക്കിയേ 2a മൈനസ് 10a മൈനസ് 8a എന്ന് കിട്ടും. ബി മൈനസ് ബി ക്യാൻസൽ ചെയ്യും. 5 മൈനസ് 21 എന്ത് കിട്ടും, 5 മൈനസ് 21 മൈനസ് 16 അല്ലേ വരും, മൈനസ് 16. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ കിട്ടി മൈനസ് 16 ഡിവൈഡ് ബൈ മൈനസ് 8, മൈനസ് ക്യാൻസൽ ആവും. 16/8 ആൻസർ. 8 ഒരു വട്ടം, 16 2 വട്ടം, ആൻസർ 2 എന്ന് കിട്ടും. എയുടെ വാല്യൂ 2. നിങ്ങൾ തലവരിച്ച് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ മൈനസ് ഒന്നും വരൂല കേട്ടോ, എയുടെ വാല്യൂ 2. ഇനി എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ ആണ് ഏതൊരു ഇക്വേഷനിൽ ഇക്വേറ്റ് എയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്കോട്ടാ, എ ഈക്വൽ ടു 2 ഇംപ്ലീസ് ഓൺ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാൻ പോകും. 1 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 2a പ്ലസ് ബി ഈക്വൽ ടു 5 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5. 2 പ്ലസ് 2 ഇൻറ്റു 2 4, ആ 4 അപ്പുറം വരും -4. ബിയുടെ വാല്യൂ കിട്ടി 1. ഓക്കെ, ബിയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. ഇത് ശരിയാണ് നോക്കുക. ഇവിടെ നോക്കി ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരെണ്ണത്തിൽ. ഇവിടെ നോക്കി ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എയുടെ വാല്യൂ 2 അല്ലേ, 2 ഇൻറ്റു 2 4 പ്ലസ് 1. ബിയുടെ വാല്യൂ 1 ആയിരുന്നില്ലേ, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 1. അത് രണ്ടും ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ 2 ഇൻറ്റു 2 പ്ലസ് 1 4 പ്ലസ് 1 5 അല്ലെ. ഇവിടെ നോക്കി 10 ഇൻറ്റു 2 എന്താണ് 20 പ്ലസ് 1 എന്താണ് 21. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ എന്തായിരിക്കുള്ളൂ, ശരിയായിരിക്കുള്ളൂ വരിക, എയുടെ ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി കണ്ടിന്യൂറ്റി ലോസ്. നമുക്ക് കണ്ടിന്യൂറ്റിയിൽ 5 ക്വസ്റ്റ്യൻ പഠിച്ച് ഈ 5 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ കണ്ടിന്യൂറ്റി കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്, ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുമ്പോൾ ആ ഇക്വേഷൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. ആ 12 ഇക്വേഷൻസ്. അതുപോലെ തന്നെ ബേസിക് ഡിഫറൻസിയേഷൻ, ആ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. d by dx of f of x into g of x, first function into derivative of second function plus second function into derivative of first function. അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി quotient rule okay, second function into derivative of first function minus first function into derivative of second function all divided by second function whole square.
അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അതൊന്നാലും എന്ത് ചെയ്യുക, കെനെ പുറത്തെടുക്കുക, കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ബേസിക് ഡിഫറൻസിയേഷൻ അറിയണം, എന്നിട്ട് മാത്രമേ ഇതിലോട്ട് വരാൻ പാടുള്ളൂ. നമ്മുടെ ഈ ഒരു പാഠത്തിലോട്ട് ഡിഫറൻഷ്യബിലിറ്റിയിലോട്ട് ഡെറിവേറ്റീവിലോട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ഡിഫറൻസിയേഷൻ പഠിപ്പിച്ചിട്ടാണ് ഇതിലോട്ട് വന്നത്, ഡെറിവേറ്റീവിലോട്ട് വന്നത്. ബേസിക് ഡിഫറൻസിയേഷൻ പ്ലസ് 1 പഠിച്ച് ഇവിടെ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ റിപ്പീറ്റ് ചെയ്യൂല. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കേട്ടാ. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാം. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവണം ഇത് ഏതാണ്. നിങ്ങൾക്ക് 5 എണ്ണം പഠിക്കാണ്ട് കേട്ടാ. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, derivative of implicit function, derivative of inverse trigonometry functions, derivative of logarithmic differentiation, അല്ല 5 ആണല്ലോ, 6 എണ്ണം. derivative of parametric form, ഏറ്റവും അവസാനം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ 6 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഡെറിവേറ്റീവ് പഠിക്കാനുള്ളത്. അപ്പൊ ഏത് കാണുമ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഏത് കോമ്പോസിറ്റ് ആണോ, ഇംപ്ലിസിറ്റ് ആണോ, ട്രിഗണോമെട്രി ആണോ, ലോഗരിതമിക് ആണോ, അല്ലെങ്കിൽ പാരാമെട്രിക് ആണോ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ നോക്കി, ഇവിടെ ഏതാണ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറെ ഫംഗ്ഷൻ. ഓക്കെ, ലോഗ് എക്സിന് പകരം ലോഗ് എക്സ് ക്യൂബ്. ഇതിനാണ് എന്ത് വിളിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. എന്താണ്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറെ ഫംഗ്ഷൻ. ഇപ്പൊ സൈൻ എക്സിന് പകരം സൈൻ എക്സ് സ്ക്വയർ, കോസ് എക്സിന് പകരം കോസ് റൂട്ട് എക്സ്. ഇതൊക്കെ എന്താണ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ലോഗ് എക്സ് ക്യൂബ്. ഈ ലോഗ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് കേട്ടാ, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ക്യൂബ്. കെവനാ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം ഒന്നുകൂടി. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് ഇതാണ്, മലയാളത്തിൽ പറഞ്ഞുതരാം. ആദ്യം തന്നിട്ടുള്ള വാല്യൂന്റെ ഡെറിവേറ്റീവ് ആണ്, ഇൻറ്റു ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇക്വേഷൻ രൂപത്തിൽ എഴുതാണെങ്കിൽ ആദ്യം അതിന്റെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, ഇവിടെ എന്തിനു പകരമാണ് വേറെ ഉള്ളിൽ ഏത് ഫംഗ്ഷൻ ആണ്, ലോഗ് എക്സ് പകരം എക്സ് ക്യൂബിൽ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി പറയും എന്തൊരു ആൻസർ അപ്പ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്, 1 ബൈ എക്സിന് പകരം എന്താണ്, എക്സ് ക്യൂബ് ആണ്, 1 ബൈ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് എക്സ് റേസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3x സ്ക്വയർ കിട്ടും. ആൻസർ ആയില്ലേ, ആൻസർ എന്തായാലും ഇപ്പൊ 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ക്യാൻസലേഷൻ പോസിബിൾ ആണല്ലോ, അടിയിലും മുകളിലും എക്സ് ഒക്കെ ഉണ്ടല്ലോ. ഏറ്റവും ചെറിയ എക്സ് എവിടെയാണ്, മുകളിൽ. ഈ 2x ഫുൾ ആയിട്ട് പോവും, ഇവിടുത്തെ 2x പോകുമ്പോൾ 1x. അപ്പൊ ഫൈനൽ ആൻസർ ആയി 3/x ആണ് ഫൈനൽ ആൻസർ കിട്ടുക. 3/x ആണ് ലോഗ് എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ്, 3/x കിട്ടാ. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. വേറെ ഏത് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. തന്നിട്ടുള്ള വാല്യൂ ഡെറിവേറ്റീവ്, എന്നിട്ട് ഉള്ളിലുള്ള വാല്യൂ ഡെറിവേറ്റീവ്. ഇനിയും ഉള്ളിലുണ്ടെങ്കിൽ എക്സ് ഇനിയും വേറെ ആണെങ്കിൽ പിന്നെയും അതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത് നോക്കി, ഇതിന്റെയൊക്കെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടിന്റെയും ഡെറിവേറ്റീവ് ആണ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സിന് പകരം കോസ്, അവിടുത്തെ എക്സിന് പകരം എക്സ് സ്ക്വയർ. ഇത് ഏതാണ് പറയും, കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനുള്ളിൽ വേറെ ഫംഗ്ഷൻ, അതിനുള്ളിൽ വേറെ ഫംഗ്ഷൻ. ഇതെങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് ആണ്, നമുക്ക് ഐഡിയ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നിട്ടുള്ള വാല്യൂ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ കോസ് എക്സ് സ്ക്വയർ, എന്നിട്ട് ഇൻറ്റു ഉള്ളിലുള്ള വാല്യൂ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിന് പകരം കോസ് എക്സ് സ്ക്വയർ, നിർത്താൻ പാടില്ല, ഇൻറ്റു കോസ് എക്സിന് പകരം എക്സ് സ്ക്വയറിൽ അതിന് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഐഡിയ. ഇനി പറയും സൈൻ എക്സിന് ഡെറിവേറ്റീവ് എന്തായിരുന്നു, കോസ് എക്സ് ആയിരുന്നു. കോസ് എക്സിന് പകരം എന്ത് കൊടുക്കുക, കോസ് എക്സ് സ്ക്വയർ കൊടുക്കുക ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇതാണ് ഒന്നാമത്തെ ആൻസർ. വേണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. -1 × 2 -2 എന്നിട്ട് എഴുതാ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ രൂപത്തിലൂടെ എഴുതി വെക്കാം, ബുദ്ധിമുട്ടില്ലല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തത് ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ പഠിച്ച ഐഡിയയിൽ ഉണ്ടായി. ഇത് ഏതാണ്, ഇത് ഏത് ഫംഗ്ഷൻ, ഏത് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ആണ് ചെയ്യേണ്ടമ്മ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ല, ഒരു ഫംഗ്ഷനിൽ വേറെ ഫംഗ്ഷൻ അല്ല. അപ്പൊ നോക്കി രണ്ടാമത്തേതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പഠിക്കാനുള്ളത് തന്നെ ഉണ്ടാ നമ്മുടെ ബുക്കിൽ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, ഒരു ഇക്വേഷനിലും തരുന്ന ഇക്വേഷനിൽ എക്സും വൈയും ഉണ്ടാവുമ്പോൾ അതിന് പേര് വിളിക്കും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. അതിന്റെ ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഡെറിവേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് സ്ക്വയർ
പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞത് ഏതാണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് മെത്തേഡ്. ഇവിടെ നോക്കിക്കോ, മറക്കരുത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കയ്യിൽ കിട്ടിയോ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഒരു സെൻസ് നിർബന്ധമായിട്ട് മടിയിൽ എഴുതി വെക്കുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എല്ലാത്തിനും ഡി ബൈ ഡി എക്സ് കൊടുക്കുക. അപ്പൊ നോക്കി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100. ഇപ്പൊ ഒരു കാര്യം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് അപ്പൊ മൈക്ക് വേറെ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 2x അറിയാലോ. ഇതേപോലെ ഡി ബൈ ഡി എക്സ് വൈ സ്ക്വയർ ആണ് അറിയണം. ഇതേപോലെ തന്നെ 2x ആലോചിക്കുക. അതുപോലെ തന്നെ വൈ സ്ക്വയർ 2y നിർത്താൻ പാടില്ല. വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഇവിടെ മുകളിൽ ആള് വേറെ ആണല്ലോ, എക്സ് അല്ലല്ല വൈ അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആളെ വെച്ച് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യും, ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് ഐഡിയ. സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്, അപ്പൊ സൈൻ വൈ ഡെറിവേറ്റീവ് ആ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ തന്നെ ഐഡിയ എന്ന് വെച്ചാൽ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കുക. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഐഡിയ മനസ്സിൽ വേണ്ടത്. ഓക്കെ, ഇത് ഉണ്ടായിരിക്കും മനസ്സിൽ, ഇത് മനസ്സിൽ വേണം. ഇനി ചെയ്യാൻ പോണേ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ആണ് ഡയറക്റ്റ് കിട്ടിയാൽ ആൻസർ 2x പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു വൈ രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി പ്ലസ് വൈ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2y എക്സ് സ്ക്വയറിലേക്ക് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കുക. ഈക്വൽ അപ്പുറത്ത് 100 ഡെറിവേറ്റീവ് കോൺസിന് മാത്രമാണെങ്കിൽ ഡെറിവേറ്റീവ് 0. ഇനി ചെയ്യേണ്ട പരിപാടി ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടൈമിന് മാത്രമേ ഇവിടെ നിർത്തും. ബാക്കിയുള്ളതൊക്കെ അപ്പുറം. ഈ 2x അപ്പുറം പോകുമ്പോൾ എന്തായി? -2x ആയി. ഇനി ഇപ്പത്തെ ടൈമിൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ നിൽക്കട്ടെ. ഇടവേണ്ട ഡി എക്സ് ബൈ ഡി എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എക്സ് ഡെറിവേറ്റീവ് 1 y ഇൻറ്റു 1 y അത് അപ്പുറത്ത് പോവാ -y ആവും. ഇതിന്റെ കൂടി പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അത് ഇവിടെ നിൽക്കട്ടെ. ഈക്വൽ ടു അപ്പുറത്ത് പോകുന്നത് പ്ലസ് 2x പുറം വരും -2x. അതുപോലെ തന്നെ ഈ ഒരു y ഉണ്ട് കേട്ടോ, y ഇൻറ്റു 1 y ആവും, y പുറം വരും -y. ഇനി രണ്ട് ടേമില് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഫസ്റ്റ് ടൈം ഡി വൈ ബൈ ഡി എക്സ് ആകുമ്പോൾ രണ്ട് എക്സ് പ്ലസ് ഇവിടെ നോക്കുമ്പോൾ 2y ഈക്വൽ ടു ബാക്കി അവിടെ ഉള്ളത് -2x -y. ഫൈനൽ ആൻസർ കേട്ടോ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -2x -y ഉണ്ട്. ഇത് ഇൻറ്റു പുറം വരുമ്പോൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2y. ഇതാണ് ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. -2x -y ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2y. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അസൈൻമെന്റ്സ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊടുക്കുക. എല്ലാത്തിനും ഡി ബൈ ഡി എക്സ്. അതേപോലെ ഈ ഐഡിയ ഉണ്ടായിരിക്കണം. എക്സിന് ഡെറിവേറ്റീവ് കാണുന്ന പോലെ വൈന് ഡെറിവേറ്റീവ് കാണാറിയണം. അപ്പൊ ഇത് പാരാമെട്രിക് ഫോമിൽ വേണോട്ടെ. ഇപ്പൊ നോക്കി ഇതെങ്ങനെ ചെയ്യുമ്പോ ഡി ബൈ ഡി തീറ്റ എക്സ് സ്ക്വയർ ചെയ്യും. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 2x ചെയ്താ ഇൻറ്റു അടിയിൽ എക്സ് നിങ്ങൾ ആളെ വെച്ചിട്ട് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി എക്സ് ബൈ ഡി തീറ്റ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ പാരാമീറ്റർ തീറ്റ ആണല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഐഡിയ കേട്ടാ. ഈ ഐഡിയ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലും പാരാമെട്രിക് ഫോമിൽ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് സാധനം തന്നെ. ഓക്കെ, ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഏതൊക്കെ പഠിച്ച്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ച്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിച്ച്, ഈ 2-3 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് എത്രാം ക്വസ്റ്റ്യൻ ആയി? 8ാം ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, കാണുമ്പോ തന്നെ അറിയാം അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. നോക്കി y ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് അവിടെ വന്നിരിക്കുന്നത്? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 - x സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആടാൻ പറ്റൂല. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയേണ്ട സാധനം ഇതാണ് കേട്ടോ. ഇവിടെ നോക്കി 1 - സൈൻ സ്ക്വയർ തീറ്റ 1 - സൈൻ സ്ക്വയർ തീറ്റ നിങ്ങൾ പഠിക്കണം. കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന ഇക്വേഷൻ ആണ്. 1 - സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ കോസ് സ്ക്വയർ തീറ്റ. അതേപോലെ തന്നെ ഇവിടെ മറുപടി 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്താ? സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ ആയിരുന്നു 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് സിമ്പിൾ ആയിട്ട് ചെയ്യും. നോക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയതിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ചെറുതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി പുട്ട് എക്സ് ഈക്വൽ എന്ത് കൊടുക്കുക? സൈൻ തീറ്റ കൊടുക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കണം തീറ്റ എന്താണ്? സൈൻ പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയായിരുന്നു. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്
സൈൻ ഇൻവേഴ്സ് 2x പകരം സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എക്സിന് പകരം സൈൻ തീറ്റ കേട്ടാ, എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ നോക്കിയേ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ അവിടെ നിൽക്കട്ടെ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ എന്നിട്ട് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്യാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ. അപ്പൊ എനിക്ക് എഴുതാം y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. എല്ലാവരും പഠിക്കണം. നിങ്ങൾ പഠിച്ചോടാ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം എന്താണ് കിടന്നത് 2 തീറ്റ. അപ്പൊ ഈക്വൽ ടു ആൻസർ എന്താണ് 2 തീറ്റ. y ഈക്വൽ ടു തീറ്റ. തീറ്റ എന്തായിരുന്നു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ എനിക്ക് ചെറുതായി കിട്ടി സാധനത്തിന്, ചെറുതായി കിട്ടി y ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമുക്ക് എന്ത് കാണാം, ഡെറിവേറ്റീവ് ആണ്. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എക്സ് ഉണ്ട് y ഉണ്ട്. പക്ഷെ രണ്ടുപേരും എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എല്ലാത്തിനും dy by dx കൊടുക്കുക. അപ്പൊ dy by dx ഉണ്ട്, dy by dx ഈക്വൽ ടു d by dx 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി dy by dx കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു 2 പുറത്തെടുക്കണം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഫൈനൽ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിക്കേണ്ടത്. സൈനിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, കോസിന് ഉണ്ട്, ടാൻഡ് ഉണ്ട്. ഇവിടെ സൈനാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, കോസിന്റെതും ടാൻഡതും ബുക്കിലുണ്ട് ചെയ്ത് നോക്കണം കേട്ടാ. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാളും ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചൂസ് ചെയ്ത് പഠിക്കരുത്. ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഇനി മുതൽ നിങ്ങൾക്ക് എക്സാമിൽ പാറ്റേൺ ഒക്കെ മാറിയെന്ന് അറിയാം. ഇപ്പൊ എവിടുന്ന് ചോദിക്കുന്നൊക്കെ പഠിച്ചോന് മാത്രം അറിയാം. വേറെ ആൾക്കാര് അങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അത് മാത്രം പഠിച്ചു പോകരുത്. എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് റെഫർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇനി ഒരു മാർക്ക് കിട്ടാൻ പാടുള്ളൂ ആർക്കായാലും. എക്സാം ഒക്കെ ഡെഫൈന് മാറി. അപ്പൊ ഇത് പഠിക്കുക. ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, കോസിന്റെതും ടാൻഡതും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഇത് പഠിച്ചമ്മ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ പഠിച്ചു. ഇപ്പൊ ഏകദേശം 3/4 മണിക്കൂർ 40 മിനിറ്റ് 42 മിനിറ്റ് ഒക്കെ ആവാനായിട്ട്. അതാണ് പറഞ്ഞത്, ഈ ചാപ്റ്ററിൽ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ റെഡി ആവുള്ളൂ. ഇനി ഇതിനാ സ്പീഡ് ആക്കാൻ പറ്റൂല. ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തില് ലെങ്ത് കുറച്ചെടുക്കാനാണ് നോക്കണത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തു പോണത്. വേറെ ഡേയിലാവൊന്നും പറയാത്തത് കേട്ടാ. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഇത് പഠിച്ച് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യാൻ പഠിച്ച്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യാൻ പഠിച്ച്, ട്രിഗണോമെട്രി ഡെറിവേറ്റ് ചെയ്യാൻ പഠിച്ച്. ഇനി 4ാമത്തത് കേട്ടാ. ഇത് ഏത് ഫോമാണ്, ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറെ ഫംഗ്ഷൻ. ആര് ഇത് വിളിക്കാം, ലോഗരിതം. ലോഗ് ഫോം ആണത് അല്ലെ. ഒരു ഫംഗ്ഷന് പവർ ആയിട്ട് വേറെ ഫംഗ്ഷൻ അല്ലെ. നോക്കി നടക്കാൻ നോക്കി. അതേപോലെ തന്നെ 2 രൂപത്തിനായി ലോഗ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു ഫംഗ്ഷന് പവർ ആയിട്ട് വേറെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെ ഉള്ളില് 3 അല്ലെങ്കിൽ 3നേക്കാട്ടിലും കൂടുതൽ എന്ത് വരിക, പ്രൊഡക്റ്റ് വരിക ഫംഗ്ഷനിൽ. 2 പേരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. d by dx of sin x into cos x into tan x. 3 പേരൊന്നും ഇല്ല. അപ്പൊ 2 കൂടുതൽ ആൾക്കാർ വന്ന്, 2 അല്ല 2 കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ എന്താ അപ്ലൈ ചെയ്യണം, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കി ഇവിടെ y ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. ഒരു ഫംഗ്ഷന് പവർ ആയിട്ട് വേറെ ഫംഗ്ഷൻ. ഡയറക്റ്റ് ആ മെത്തേഡ്. എന്തായിരുന്നു മെത്തേഡ്, ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. അടിൽ ചെയ്ത ടേക്കിംഗ് ലോഗരിതം. അപ്പൊ ഞാൻ ലോഗിന് ചെയ്തിട്ടുണ്ട്, ലോഗ് ഓൺ ബോത്ത് സൈഡ്. 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്തൊരു ഇക്വേഷൻ, ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു സൈൻ എക്സ്. ഇനി ആദ്യം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എം. എന്തായിരുന്നു, എം ഇൻറ്റു ലോഗ് എക്സ്. പഠിക്കണം കേട്ടോ. ഈ ഇക്വേഷൻ പ്രോപ്പർട്ടി എന്തായാലും പഠിക്കും. ലോഗ് എക്സ് റൈസ് ടു എം ഇൻറ്റു ലോഗ് എക്സ്. അപ്പൊ എനിക്ക് ദ പവർ ഇൻറ്റു ഫംഗ്ഷൻ. ഇവിടെ പവർ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി ബാക്കി ഏത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്ത പോലെ എക്സിനുടെയും വൈനുടെയും അടിയിൽ എന്ത് ചെയ്താ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എല്ലാത്തിനും ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് വരും, d by dx of log y ഈക്വൽ ടു d by dx. ഇവിടെ ഒത്തിരി ഇടാം കേട്ടാ, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകട്ടോ. ലോഗ് വൈന്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x. അപ്പൊ ലോഗ് y എന്താവും, 1 by y നിർത്താൻ പാടില്ല ഇൻറ്റു dy by dx ഈക്വൽ ടു. ഇവിടെ എന്താ പ്ലേ ചെയ്യണം, പ്രൊഡക്റ്റ് റൂള്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ഡയറക്റ്റ് ചെയ്യേണ്ട. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി നമുക്ക് dy by dx മതി. dy by dx ഈക്വൽ ടു 1 by y പറയുമ്പോൾ എന്താവും,
y/1 ആവും. എന്ന് വെച്ചാൽ y ഇൻറ്റു ആവും. അപ്പൊ എനിക്ക് എഴുതാം y ഇൻറ്റു sin x in 1 sin x/x പ്ലസ് log x ഇൻറ്റു cos x. ഇനി ഏറ്റവും അവസാനം y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y ഈക്വൽ ടു x റേസ് ടു x. അപ്പൊ എനിക്ക് എഴുതാം dy/dx ഈക്വൽ ടു y ക്ക് പകരം x റേസ് ടു sin x ഇൻറ്റു ഉള്ളിലുള്ളത് sin x/x പ്ലസ് log x ഇൻറ്റു cos x. ഇതായിരുന്നു ഐഡിയ. ഇത് മറക്കരുത്, സിമ്പിൾ ആണ്. ലോഗരിതം ഡിഫറൻസ് 2 സ്റ്റെപ്പ് മാത്രം കൂടുതൽ. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. ബാക്കിയൊക്കെ നിങ്ങൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യണ പോലെ തന്നെ 1/y പുറം വരുമ്പോൾ y/1 ഇൻറ്റു y മുകളിൽ വരും. അപ്പൊ y യുടെ സ്ഥാനം ഏറ്റവും ക്വസ്റ്റ്യൻ തുടക്കം ഉണ്ടായി x റേസ് sin x. അത് എന്ത് ചെയ്യുക? ഏറ്റവും അവസാനം കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതായിരുന്നു നമ്മുടെ ലോഗരിതം ഡിഫറൻസിയേഷനിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യോ, ഞാൻ 2 കൂടി ഉള്ളൂ. നമുക്ക് ഏതൊക്കെ ചെയ്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്ത്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്ത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചെയ്ത്, അതിനുശേഷം ലോഗരിതമിക്കൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത്. ഇനി നമുക്ക് ഏതൊക്കെ ഉണ്ട്? പാരാമെട്രിക് ഫോം ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അതും ചെയ്യുമ്പോൾ അതിനിടയിൽ ലോഗരിതം ഒക്കെ വരും കേട്ടോ. ഇവിടെ ചെയ്യോ, ഇവിടെ ഏറ്റവും ക്വസ്റ്റ്യൻ എന്താണ്? y ഈക്വൽ ടു x റേസ് ടു x. എന്തോരം x റേസ് ടു x? ഒരു ഫംഗ്ഷന് പവർ ആയിട്ട് വേറെ ഫംഗ്ഷൻ അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടേക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യും. ഇപ്പൊ എന്ത് വരും? ലോഗ് y ഈക്വൽ ടു ലോഗ് x റേസ് ടു x. ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞ എനിക്ക് ലോഗ് x റേസ് ടു പ്രോപ്പർട്ടി. അപ്പൊ ലോഗ് y ഈക്വൽ ടു m ഇൻറ്റു ലോഗ് x. ഇവിടെ പവർ x ആണ്, x ഇൻറ്റു ലോഗ് x. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പോലെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x, അല്ലാത്ത d/dx. അപ്പൊ d/dx ഓഫ് ലോഗ് y ഈക്വൽ ടു d/dx ഓഫ് x ഇൻറ്റു ലോഗ് x. ഇവിടെ നോക്കി പറയും ലോഗ് y ന്റെ ഡെറിവേറ്റീവ് എന്നാണ് നേരത്തെ പറഞ്ഞത്. 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു പ്രോഡക്റ്റ് ഉള്ള അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ 1. അതാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ കുറെ ചെയ്തില്ല ക്വസ്റ്റ്യൻസ്. ഇനി dy/dx ഈക്വൽ ടു 1/y അപ്പുറം വരും y ഇൻറ്റു ഇത് y ഉണ്ട് കേട്ടോടാ. y ഇൻറ്റു x ക്യാൻസൽ 1/1 1 പ്ലസ് ലോഗ് x വരും. ഫൈനൽ ആൻസർ dy/dx ഈക്വൽ ടു y x റേസ് ടു x. അപ്പൊ x റേസ് ടു x ഇൻറ്റു 1 പ്ലസ് ലോഗ് x. ഇതാണ് ലോഗരിതം ഡിഫറൻസിയേഷൻ. അടുത്ത ആൻസർ. നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിൾ ആയിട്ട് അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഏത് രൂപത്തിലാണ് നടക്കുന്നത്? പാരാമെട്രിക് ഫോം കാണുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. രണ്ട് വേരിയബിൾ ഇക്വേഷൻ, എക്സിന്റെ ഇക്വേഷൻ വൈന്റെ ഇക്വേഷൻ. ഇതാണ് പാരാമെട്രിക് ഫോം. ഇവിടെ പാരാമീറ്റർ ആരാണ്? ഒന്നല്ലേ തീറ്റ അറിയും അല്ലെ ടി. ഇവിടെ പാരാമീറ്റർ ആരാണ്? ടി. ഞാൻ ഇക്വേഷൻ ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, റിപ്പീറ്റ് ചെയ്യാൻ പേജ് ഇല്ലാത്തതുകൊണ്ട് ആയിട്ടൊന്നും വായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ആയിട്ടൊന്നും വായിക്കുന്നുണ്ട് ഞാൻ. പാരാമെട്രിക് ഫോം കൂടെ ഉണ്ട്. എക്സ് ഈക്വൽ ടു AT². അതുപോലെ തന്നെ y ഈക്വൽ ടു 2AT. ഇതിന്റെ dy/dx ആണ്. എന്തായിരുന്നു ഇക്വേഷൻ? പാരാമെട്രിക് ഫോമിന്റെ ഡെറിവേറ്റീവ് ആണ് ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ ആളെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ. ഒന്നാമത്തെ ആളെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി y ഈക്വൽ ടു 2AT ഡെറിവേറ്റീവ് ചെയ്യാൻ പോകും. dy/dx അല്ല കേട്ടോ, അവിടെ പാരാമീറ്റർ t ആണ്. dy/dt ആണ് കണ്ടത്. നോക്കി ഇവിടെ ചെയ്യേണ്ടത് dy/dt ഓഫ് 2AT. അപ്പൊ നോക്കി dy/dt ഈക്വൽ ടു 2a കോൺസ്റ്റന്റ്, 2a പുറത്തെടുത്ത് ടിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എനിക്ക് പറഞ്ഞാൽ dy/dt നമുക്ക് എന്ത് ആൻസർ വരും? 2a ഇൻറ്റു 2 ഇൻറ്റു dx/dx എന്നാണ് x ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ d/dt ഓഫ് t എന്താവും? 1. അപ്പൊ 2a ഇൻറ്റു 1 ആൻസർ എന്തായി? 2a എന്ന് കിട്ടി. ഇനി അടുത്തത് x ന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് പാരാമീറ്റർ. ഓക്കെ, x ഈക്വൽ ടു AT² ആയിരുന്നു കേട്ടോ. അപ്പൊ dx/dt ആണ്. അപ്പൊ നോക്കൂ d/dt AT². നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ dx/dt ഈക്വൽ ടു കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. t² ഡെറിവേറ്റീവ് എന്ത് വരും? x² to x അല്ല, അപ്പോൾ എന്ത് വരും? 2t. അപ്പം ക്യാൻസർ ആയി
dx by dt equal to 2at. dx by dt dy by dt. നമുക്ക് കണ്ട എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് dy by dx ആണ്. ഇക്വേഷൻ ആദ്യം എഴുതാം. dy by dt divided by dx by dt. എല്ലാം കണ്ടുപിടിച്ചാൽ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. dy by dt 2a divided by dx by dt 2at. Cancellation possible ആണ്. ആൻസർ 1/t എന്ന് എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ആൻസർ കിട്ടും. 1/t കേട്ടാ. ഓക്കെ, ഇനി ഒറ്റൊരു ക്വസ്റ്റ്യനും പാടേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ഏകദേശം എല്ലാ ഫോമിലും ഏകദേശം ചേർന്നതിന്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തുണ്ടാവും? അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും. അതും ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ മോർ ക്വസ്റ്റ്യൻസ് ഇരുന്ന് അതും പഠിച്ചു വരണം കേട്ടാ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? നമ്മുടെ കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ടാ. ഇവിടെ നോക്കുക. If y equal to sin inverse x, show that 1 minus x square d square y by dx square minus x dy by dx equals 0. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം ചെയ്ത ദിവസം നമുക്ക് എന്തോ വന്നിരുന്നില്ല? d square y by dx square വന്നിരുന്നില്ല. ഇപ്പൊ ഏറ്റവും അവസാനത്തെ പൊസിഷനിലോട്ട് പോണ്. ആ d square y by dx square ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സുഖത്തിന് വേണ്ടി സിമ്പിൾ ആക്കാൻ വേണ്ടി ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇതിലൂടെ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. നമുക്ക് d square y by dx square എങ്ങനെ ചെയ്താ? y2 എന്ന് ചെയ്തു. അതേപോലെ തന്നെ dy by dx ന് ഫസ്റ്റ് ഡെറിവേറ്റീവിന് y1 ചെയ്ത പ്ലസ് 1 പഠിച്ചു. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവിന് y2 ചെയ്തു. ഓക്കെ, അപ്പൊ ഇക്വേഷൻ റീറൈറ്റ് നമുക്ക് ഷോ ദാറ്റ് ചെയ്യാനുള്ളത് 1 minus x square y2 minus x y1 equal to 0. d square y by dx square ആണ് y2 എന്ന് കൊടുത്ത് dy by dx ആണ് y1 എന്ന് കൊടുത്ത്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? y equal to sin inverse x. ഇതിനെയാണ് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ആ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. മെത്തേഡ് ഇതാണ്. സെർച്ച് ചെയ്തു കേട്ടോട്ടാ. ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതിനുശേഷം ഡിനോമിനേറ്ററിൽ ആരെങ്കിലും ഉണ്ടോ അവനെ ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം പിന്നെയും അതിന് ഡെറിവേറ്റീവ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ ആരെങ്കിലും ഉണ്ടോ അവനെ ക്യാൻസൽ ചെയ്യുക. മെത്തേഡ് ഇതാണ്. ആലോചിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അടിയത്താൾ ക്യാൻസൽ ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അടിയത്താൾ ക്യാൻസൽ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? ഷോ ദാറ്റിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഡെറിവേറ്റീവ് കേട്ടാ. വൈയുടെ ഡെറിവേറ്റീവ് y1 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? d by dx of sin inverse. സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 by root of 1 minus x square. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത്. ഇനി അതിലെ ഡിനോമിനേറ്റർ root 1 minus x square ല്ലേ, ആളെ ക്യാൻസൽ ചെയ്യാം. വെച്ചാല് each term multiplying by അടിയത്താള് root 1 minus x square. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ root 1 minus x square y1 equal to ഇവിടുത്തെ ആളും മുകളിലത്തെ ആളും അടിയത്താളും ക്യാൻസൽ ആയി 1 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നോക്കി, ഇതിനാ പിന്നെയും ഡെറിവേറ്റീവ് ചെയ്യാം. ഈ കിട്ടിയ ഇക്വേഷൻ പിന്നെയും ഡെറിവേറ്റ് ചെയ്യാൻ പോകണ്ട. അപ്പൊ നോക്കിയോ, ഇവിടെ d by dx of root 1 minus x square y1. d by dx of 1 കിട്ടിയതിന് പിന്നെ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പൊ നോക്കിയോ, ഇവിടെ നിങ്ങൾക്ക് രണ്ടാൾക്കാർ വന്നില്ലേ? രണ്ടാൾക്കാർ വരികയാണെങ്കിൽ d by dx നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ്? root 1 minus x square. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ആ സെക്കൻഡ് ഫംഗ്ഷൻ y1 ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? y2 എന്ന് കിട്ടും. ഓക്കെ, dy by dx ന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ d square y by dx square കിട്ടും. പ്ലസ് അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഈ root 1 minus x square ഡെറിവേറ്റീവ് ആണ് പഠിക്കുന്നത്. ഇവിടെ ഇതിന് വായിക്കും. ഇവിടെ കേട്ടോ, d by dx of root 1 minus x square. നിങ്ങൾക്ക് എല്ലാവർക്കും root x ന്റെ ഡെറിവേറ്റീവ് അറിയാലോ. 1 by 2 root x ന് പകരം 1 minus x square കൊടുക്കാം. ഇൻറ്റു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 minus x square ഡെറിവേറ്റീവ് 1 ഡെറിവേറ്റീവ് 0 minus x square ഡെറിവേറ്റീവ് minus 2x. ഇനി 2 ക്യാൻസൽ ചെയ്ത് ആൻസർ അപ്പൊ എന്ത് വരും? നിങ്ങൾക്ക് ആൻസർ എന്ത് വരും? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 minus x square. ബുദ്ധിമുട്ടില്ല. ഇത് വേണം ഇവിടെ കൊണ്ട് എഴുതി വെക്കാൻ. y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 minus x square. ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചാൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പോലെ റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് 1 by 2 root x. എക്സിന് പകരം 1 minus x square. എന്നിട്ട് ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 minus x square ഡെറിവേറ്റീവ് 1 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x square ഡെറിവേറ്റീവ് 2x. ആ മൈനസ് 2x ഇട്ട് വെച്ച് എന്നിട്ട് എന്ത് ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എന്തിട്ടി? മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 minus x square. ഓക്കെ, ഇതിനെ മായ്ക്കുന്ന സൈഡിൽ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ.
ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് റൂള്. ഇനി ഈക്വൽ ടു ഇവിടെ അപ്പുറത്താറുണ്ട് 1 ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് മാത്രം ഡെറിവേറ്റീവ് എന്ത് വരും ആൻസർ 0 ആൻസർ വരും. ഇനി ഇവിടെ നോക്കോ കേട്ടോ, നമ്മുടെ സിമ്പിൾ പരിപാടി സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്ത് അടിയത്തെ ആൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യുക. ഇപ്പൊ എന്ത് ചെയ്യണം, എല്ലാ ടേമിനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതേ സ്റ്റെപ്പ് ഈച്ച് ടേം multiplying by √1 minus x square. എല്ലാ ടേമിലും √1 minus x square എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കി √x into √x എന്താണ് x, √2 into √2 എന്താണ് 2. അതുപോലെ √1 minus x square into √1 minus x square 1 minus x square ആവും. ആ റൂട്ട് പോയി y2 ഉണ്ട് അവിടെ. ഇനി ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിത്താളും മടിയത്താളും ക്യാൻസൽ എന്തിട്ടി -xy ഈക്വൽ ടു അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. നമുക്ക് എന്തായി ഷോ ദാറ്റിൽ എന്താണോ കണ്ടത് അത് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് കിട്ടി. ഷോ ദാറ്റിൽ y1 ഇട്ടാ ഷോ ദാറ്റിൽ എന്താണോ കണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യും ഉത്തരമായിട്ട് കിട്ടി. അപ്പൊ നോക്കാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യുക. അപ്പൊ y1 നെ dy/dx ആക്കി എടുക്കണം, y2 എങ്ങനെ എടുക്കണം d2y/dx². ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞത് അതും ചെയ്യണം കേട്ടോ. മോർ ക്വസ്റ്റ്യൻസ്, ആ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഒക്കെ നിങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഓഫ്ലൈൻ ബുക്കിൽ ഉണ്ടാവും. ഇനി ആ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ എന്റെ അടുത്ത് അല്ലെങ്കിൽ മാത്സ് അംജു സാറോട് ചോദിക്കുക, സാർ പറഞ്ഞു തരും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതില് 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ് നോക്കി, എനിക്ക് ഡെറിവേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ് sin x പ്ലസ് കോസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. എക്സും വൈ ഒക്കെ ഇല്ല, അപ്പൊ ഏത് ഫംഗ്ഷൻ ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം സെന്റൻസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എല്ലാത്തിനും d/dx കൊടുക്കാം. അപ്പൊ d/dx ഓഫ് sin x പ്ലസ് d/dx ഓഫ് കോസ് വൈ ഈക്വൽ ടു d/dx ഓഫ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, പരിപാടി. ഇനി sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ് cos x പഠിച്ചു. ഇനി cos y ന്റെ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x മൈനസ് sin y ഇൻറ്റു dy/dx ഈക്വൽ ടു പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 വരും. ഇനി എന്ത് ചെയ്യുക, ആ dy/dx പറഞ്ഞില്ല ഒരുമിച്ച് കാരണം ഇപ്പൊ സിംപ്ലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുക മൈനസ് sin y dy/dx ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമുണ്ട് എക്സിന് dy/dx അതിന് പ്രകൊണ്ടൽ മൈനസ് എക്സ് ഇൻറ്റു dy/dx ഈക്വൽ ടു y ഇൻറ്റു 1 y ഉണ്ട്, ഈ പ്ലസ് കോസ് എക്സ് പുറം വരുമ്പോൾ മൈനസ് കോസ് എക്സ്. ഇനി dy/dx കോമൺ ആക്കി പുറത്തെടുക്കുക ഇൻറ്റു ഇവിടെ പോയി ബാക്കിയാറുണ്ട് മൈനസ് സൈൻ y ഉണ്ട്, അതുപോലെ ഇവിടെ പോയാറുണ്ട് മൈനസ് എക്സ് ഉണ്ട് ഈക്വൽ ടു y മൈനസ് കോസ് എക്സ്. ഫൈനൽ ആൻസർ കേട്ടാ dy/dx ഈക്വൽ ടു ആ ഇൻഡുവിന് പറഞ്ഞുകൊണ്ട് ഫൈനൽ ആൻസർ y മൈനസ് കോസ് എക്സ് അത് പരമ്പര ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ y മൈനസ് എക്സ്. ഇതാണ് ഇവിടുത്തെ ഫൈനൽ ഒന്നാമത്തെ ആൻസർ dy/dx ഇട്ടാ. ഏത് ഫംഗ്ഷൻ ചെയ്ത പോലെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇതുപോലെ. ഇവിടെ dy/dx 2 സൈഡിലായതുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് dy/dx കോമൺ ആക്കി എടുത്ത് ബാക്കിയുള്ള അപ്പുറം കൊടുത്ത് ഫൈനൽ ആൻസർ dy/dx ആൻസർ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ഏത് രൂപത്തിൽ നടക്കണം എനിക്ക് പറഞ്ഞു. ഏത് ടൈപ്പ് ആണത്, കോമ്പോസിറ്റ് ആണോ അല്ലെ ഇംപ്ലിസിറ്റ് ആണോ, ട്രിഗണോമെട്രി ആണോ അല്ലല്ല, ലോഗരിതമിക് ആണോ അല്ലല്ല, ഏത് ഫോമാണ് ടി ഉണ്ട്, ടി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ സിമ്പിൾ ആണ്. എക്സും വൈ ഉണ്ട്, ഏത് ഫോമാണ് പാരാമെട്രിക് ഫോം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി, y ഈക്വൽ ടു എന്തായിരുന്നു y ഈക്വൽ ടു a sin ക്യൂബ് ടി, a sin ക്യൂബ് ടി. എനിക്ക് ഇതിന്റെ dy/dx ആണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം ഇവിടെ കേട്ടാ d/dx ഓഫ് എക്സ് ക്യൂബ് എന്താണെന്ന് അറിയൂല, എന്തായിരുന്നു 3x². അതേപോലെ d/dx ഓഫ് കോസ് ക്യൂബ് എക്സ് ആണെന്ന് അറിയണം. കോസ് ക്യൂബ് എക്സ് ഇവിടെ കോസ് ക്യൂബ് ടി ആണ്, ടി വെച്ച് കാണാൻ പഠിക്കണം. ഇവിടെ എക്സ് ക്യൂബിന് വരും എക്സ് വരും കോസ് ആയിന്നുള്ളൂ. അപ്പൊ ഇത് ഫംഗ്ഷൻ ആണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയും. ആദ്യം എക്സ് ക്യൂബിന്റെ ഐഡിയ എന്തായിരുന്നു 3x² എക്സ് വരും കോസ് സ്ക്വയർ ടി ഇൻറ്റു എക്സിന് ഡെറിവേറ്റീവ് എക്സ് വരും കോസ് ടി, കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ഓക്കെ, ഇവിടെ നമുക്ക് ടി വെച്ചാണ് ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല, വേറെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നോക്കിക്കോ, ഇക്വേഷൻ എഴുതി നമുക്ക് dy/dx കാണണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു
dy/dt ഡിവൈഡ് ബൈ dx/dt. ആദ്യം എന്ത് ചെയ്യുക? y ന്റെ ഡെറിവേറ്റീവ് ആണ്. y ഈക്വൽ ടു a sin ക്യൂബ് t അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് കേട്ടാ വിത്ത് റെസ്പെക്ട് ടു t വെച്ച് പാരാമീറ്റർ വെച്ച് dy/dt ഈക്വൽ ടു d/dt a sin ക്യൂബ് t. അപ്പൊ എനിക്ക് dy/dt ഈക്വൽ ടു ആരെ പുറത്തെടുക്കുക? a ന് പുറത്തെടുത്ത് sin ക്യൂബ് t യുടെ ഡെറിവേറ്റീവ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ x ക്യൂബ് ആക്കി എടുക്കുക. sin ക്യൂബിന് x ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് 3x സ്ക്വയർ. അപ്പൊ 3x ന് പകരം sin സ്ക്വയർ t നിർത്താൻ പാടില്ല. എന്നിട്ട് ആ x ന്റെ ഡെറിവേറ്റീവ് sin t ഡെറിവേറ്റീവ് എന്ത് വരും? sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. അപ്പൊ cos t വരും. ഇതാണ് dy/dt. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ ഒന്നും ചെയ്യാനില്ല. ഇതേപോലെ x ഉണ്ട് ഇവിടെ. x ഈക്വൽ ടു a cos ക്യൂബ് t. പറയും ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? dx/dt. ഓക്കെ, ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് കുറക്കുന്നുണ്ട്. ഇവിടെ a ന് പുറത്തെടുക്കുക. എന്നിട്ട് cos ക്യൂബ് t ഡെറിവേറ്റീവ് എന്ത് വരും? 3 cos സ്ക്വയർ t ഇൻറ്റു cos t ഡെറിവേറ്റീവ് മൈനസ് sin t. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? dx/dt കിട്ടി. അതേപോലെ തന്നെ dy/dt കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് dy/dx. ഇക്വേഷൻ കൊടുക്കുക. dy/dx ഈക്വൽ ടു dy/dt ഡിവൈഡഡ് ബൈ dx/dt. അല്ല നമുക്കറിയാലോ, ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. dy/dt കയ്യിലുണ്ട്. a 3 sin സ്ക്വയർ t cos t ഡിവൈഡഡ് ബൈ a 3 cos സ്ക്വയർ t മൈനസ് sin t. ഇവിടെ ക്യാൻസലേഷൻ ആണ് ഫുൾ. എയും 3യും ക്യാൻസൽ ആയി. cos t പോയി, സ്ക്വയർ പോയി, ഈ സ്ക്വയർ പോയി, sin t പോയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് sin t ഡിവൈഡഡ് ബൈ മൈനസ് cos t. sin ബൈ cos x എന്നാണ്. sin x ബൈ cos x tan x. അതേപോലെ തന്നെ sin t ബൈ cos t tan t. മൈനസ് ഉണ്ട്, മൈനസ് tan t. മൈനസ് ടാൻ ടി എന്ന് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഈ മൈനസ് ടാൻ ടിയിലൂടെ എത്തിക്കണം ഡെറിവേറ്റീവിന്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണ പോലെ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുന്നു. അതിൽ എക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കോസ് ക്യൂബ് ടിയുടെ ഒക്കെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി മോർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തത് കണ്ടിന്യൂസ് ആണ്. ചെക്ക് ചെയ്യുക, k യുടെ വാല്യൂ കാണാം. കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. മൂന്നാമത്തെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. നാലാമത്തെ ഏത് ഫോം നടക്കുന്നത്? ലോഗരിതം ഡിഫറൻസിയേഷൻ. അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. രണ്ടോടത്തും ലോഗപ്ലേഷൻ, ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. രണ്ടോടത്തും ഇക്വേഷൻസ് കൊടുക്കേണ്ടി വരും. ചെയ്തൊക്കെ കിട്ടണമെങ്കിൽ ചോദിക്കാം. ഇനി മൂന്നാമത്തെ അഞ്ചാമത്തെ നോക്കി, ഏത് ഫംഗ്ഷൻ പാരാമെട്രിക് ഫോം? ഏറ്റവും അവസാനത്തത് ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അതിന്റെ, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അതിന്റെ ആൻസർ കിട്ടിക്കോളും. അവിടെ ആരെ പുറത്തെടുത്താൽ മതി? 7 രണ്ടോടത്തും പുറത്തെടുത്താൽ മതി. 7 × 7 40 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാം ചെയ്താൽ വേണ്ടി, ചാപ്റ്റർ എക്സാം. ഓക്കെ, ആ 12 ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഈ മോഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയവരും എല്ലാത്തിനും കൂടി ആയിട്ട് ഈ വീഡിയോ അടിയിൽ. അപ്പൊ ആൻസർക്ക് നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ ചെക്ക് ചെയ്യാം മോഡ് ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, കിട്ടാത്തന്നെ ഒന്ന് ചോദിച്ചു പഠിക്കണം. മിക്കവരും എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബുക്ക് ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കും. അതിനുശേഷം വീഡിയോ കാണാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. അല്ല ആദ്യമേ പോയിട്ട് ആ വീഡിയോ മാത്രം കണ്ടു പഠിക്കാൻ നേരിച്ച് നടക്കുന്ന കാര്യമല്ല. വലിയ ചാപ്റ്റർ ആണ്. ഞാൻ 1 മണിക്കൂർ ഏകദേശം 1 മണിക്കൂർ വന്നിട്ടുണ്ട് തോന്നുന്നില്ല ടൈം. ഓക്കെ, ഒരു മണിക്കൂറോളം ഏകദേശം ഈ ടൈമിൽ എനിക്ക് തോന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ 1 മണിക്കൂറിന്റെ വീഡിയോ അതേപടി കാണാം. ഇതിൽ ക്വസ്റ്റ്യൻ കിട്ടാത്തുണ്ടെങ്കിൽ റിവേഴ്സ് അടിച്ച് ബാക്കിലൂടെ അടിച്ച് കാണണം കേട്ടോ. ഓക്കെ, ബൈ.